ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. 55-ാം സങ്കീർത്തനമാണ് ഇന്ന് നാം വാക്യപ്രതിവാക്യമായി വായിച്ചത്. സങ്കീർത്തനക്കാരനായ ദാവീദ് ദൈവസന്നിധിയിൽ ഈ കീർത്തനം ആലപിച്ചതിൻ്റെ പശ്ചാത്തലം ദുഷ്ടമനുഷ്യരാലുള്ള പ്രശ്നങ്ങൾ 4 വശത്തു നിന്നും തന്നെ അലട്ടുന്ന ഒരു സാഹചര്യം. നാം വായിച്ച ഈ സങ്കീർത്തനത്തിൽ 23 വാക്യങ്ങളാണുള്ളത്. അപ്പോൾ ഈ 23 വാക്യങ്ങളിൽ ഏറിയ പങ്കും ഒരു കാരണവുമില്ലാതെ തന്നെ ആക്രമിക്കുന്ന ചില ആളുകൾ തികച്ചും ദുഷ്ടന്മാർ തന്നെയാണ്. അതിന് നടുവിൽ താൻ ദൈവസന്നിധിയിൽ വിലപിക്കുകയാണ്. ശകാരത്തിന് പകരം ശകാരം ചെയ്യാതെ തനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തോട് താൻ നിലവിളിക്കുകയാണ്. നമുക്ക് വരുന്ന പരാജയം, ആരെങ്കിലും നമ്മളോട് ഒരു വാക്ക് പറയുമ്പോൾ നാം 10 വാക്ക് തിരിച്ചു പറയാൻ തയ്യാറാവുകയാണ്. മുഷ്ടി ചുരുട്ടുമ്പോൾ നാം അതുപോലെ തന്നെ തിരിച്ച് ശകാരത്തിന് പകരം ശകാരം ചെയ്യാൻ പലപ്പോഴും നാം ഒരുമ്പിടുമ്പോൾ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറയാൻ കഴിവില്ലാഞ്ഞിട്ടോ വാക്കുകളില്ലാഞ്ഞിട്ടോ അല്ല, അവരുടെ ചിന്ത പ്രതികാരം ദൈവത്തിനുള്ളതാണ്. ദൈവം പ്രതികാരം ചെയ്യും. അതായിരിക്കണം നമ്മുടെ ഈ മനോഭാവം. മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ, മറ്റുള്ളവർ ചിന്തിക്കുന്നത് പോലെ, മുഷ്ടി ചുരുട്ടുന്നത് പോലെ, പറയുന്നത് പോലെ പറയാൻ നമുക്ക് അനുവാദമില്ല. പ്രതികാരം ദൈവത്തിനുള്ളതാണ്. നിങ്ങളെ ആരെങ്കിലും തൊട്ടാൽ ദൈവം പറയുന്നു, ദൈവവചനം പറയുന്നു, എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടുന്നു. ദൈവത്തിൻ്റെ കരങ്ങളിൽ, ദൈവത്തിൻ്റെ ഉള്ളം കയ്യിൽ ദൈവം നമ്മെ വരച്ചിരിക്കുകയാണ്. നമ്മുടെ ഉള്ളം കയ്യിൽ കാണുന്ന രേഖകളില്ലേ, അതിലൊരു രേഖ പോലെയാണ് ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ കൈകളിൽ. തൂത്താലും പറിച്ചാലും പോകാത്ത നിലയിൽ അത്രമാത്രം ആഴമായ ബന്ധം നമുക്ക് ദൈവവുമായിട്ടുണ്ട്. ഇത് തിരിച്ചറിഞ്ഞ ഭക്തൻ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല, ഒരുപാട് പേര് തന്നെ ഉപദ്രവിക്കുമ്പോഴും താൻ മറ്റൊരു സങ്കീർത്തനത്തിൽ ഇപ്രകാരം പ്രാർത്ഥിച്ചു: യഹോവേ, എന്നോട് വാദിക്കുന്നവരോട് നീ വാദിക്കണമേ, എന്നോട് പൊരുതുന്നവരോട് നീ പൊരുതണമേ, നീ പരിചയും പലകയും പിടിച്ച് എനിക്ക് സഹായത്തിനായി എഴുന്നള്ളി വരണമേ. ഇതാണ് ഭക്തൻ്റെ ചിന്ത. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദുഷ്ടമനുഷ്യരായ ആളുകൾ ഇദ്ദേഹത്തിനെതിരെ പടപൊരുതുകയാണ്. നോക്കിക്കേ, 55-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാമത്തെ വാക്യം, എനിക്ക് ചെവി തന്ന് ഉത്തരമരുളണമേ. പിന്നെ പറയുന്നു ശത്രുവിൻ്റെ ആരവം. ശത്രുവിൻ്റെ ആരവവും ദുഷ്ടൻ്റെ പീഡയുമാണ് താൻ ആദ്യമായി എടുത്ത് കാണിക്കുന്നത്. 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവർ എൻ്റെ മേൽ നീതികേട് ചുമത്തുന്നു. താൻ നീതികേട് ചെയ്തിട്ടല്ല, തനിക്കെതിരെ കള്ളക്കേസ് കൊടുക്കുന്നു, തനിക്കെതിരെ കള്ളപ്പരാതി പറയുന്നു, താൻ ചെയ്യാത്ത കുറ്റം ചെയ്തെന്നവർ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നു. നീതികേട് ചുമത്തുന്ന ഒരു കൂട്ടം ആളുകൾ. അപ്പോൾ ഇതിൻ്റെ നടുവിലൊക്കെ തനിക്ക് 4-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ നടുവിൽ ഹൃദയമുള്ളിൽ വേദനപ്പെട്ടിട്ട് മരണഭീതിയും നിന്നെ കാച്ചിക്കളയും, നിന്നെ തട്ടിക്കളയും. ഇതാണ് അവർ പറയുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ മരണഭീതി തൻ്റെ മേൽ വീണിരിക്കുകയാണ്. 5-ാമത്തെ വാക്യത്തിൽ ഭയവും വിറകിലും എന്നെ പിടിച്ചിരിക്കുന്നു. കണ്ടോ, അപ്പം ഈ ദുഷ്ടന്മാരായ ആളുകൾ ഇങ്ങനെ തന്നെ സദാ പീഡിപ്പിക്കുമ്പോൾ ഭയം, വിറകൽ എന്നെ പിടിച്ചിരിക്കുന്നു. എന്നിട്ട് താൻ പറയാണ്, പ്രാവിനുള്ളത് പോലെ എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ ഈ ദുഷ്ടന്മാരുടെ ഇടയിൽ നിന്നും എനിക്ക് പറന്നുപോയി വിശ്രമിക്കാമായിരുന്നു എന്ന് പോലും ചിന്തിക്കേണ്ടി വരുന്ന ആളുകൾ. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് അവരെപ്പറ്റി താൻ പറയുകയാണ് 10-ാമത്തെ വാക്യത്തിൽ, രാവും പകലും അവർ അതിൻ്റെ മതിലുകളിൽ. കാരണം 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ നഗരത്തിൽ അതിക്രമവും കലഹവും കണ്ടിരിക്കുന്നു. അപ്പം ഈ ആളുകൾ അതിക്രമവും കലഹവും ചെയ്തിങ്ങനെ പട്ടണങ്ങളിൽ, നഗരങ്ങളിൽ പോലീസിൻ്റെ കണ്ണു വെട്ടിച്ച് രാവും പകലും നഗരത്തിൽ ഇവനിങ്ങനെ ചുറ്റിക്കറങ്ങുകയാണ്. പട്ടാപ്പകലിലും പച്ചപ്പാതിരായിലും
പോലീസിൻ്റെ കണ്ണുവെട്ടിച്ച് പട്ടണങ്ങളിൽ, നഗരങ്ങളിൽ ഇങ്ങനെ നടക്കുന്നതിൻ്റെ കാരണം എന്നാ? കൊല ചെയ്യാൻ, കൊലപാതകത്തിന് വേണ്ടി, മോഷണത്തിന് വേണ്ടി, കൊള്ള, കൊള്ളിവെപ്പ് എന്ന് വേണ്ട എല്ലാ ആക്രമണങ്ങൾക്ക് വേണ്ടി രാത്രിയും പകലും ഒരുപോലെ സഞ്ചരിക്കുന്ന ദുഷ്ടന്മാരായ ആളുകൾ. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പശ്ചാത്തലം പിടികിട്ടിയല്ലോ. പക്ഷെ ഇവർ കൊടുംപാപികളാണ്, ദുഷ്ടന്മാരാണ്. ഇവർക്ക് എന്താ ഭവിക്കുന്നറിയാമോ? അവസാനത്തെ വാക്യത്തിൽ താൻ അതുകൂടിയാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. എന്താണെന്നറിയാമോ അവർ പറയുന്നത്? ദൈവമേ, നീ നാശത്തിന്റെ കുഴിയിലേക്ക് ഇറക്കും രക്തപ്രിയവും വഞ്ചനയുമുള്ളവർ. അപ്പോൾ തനിക്കൊരു കാര്യം മനസ്സിലായി, ഇങ്ങനെ ജീവകാലം മുഴുവനും ദൈവത്തിൽ ഭയമില്ല, ദൈവത്തിൽ വിശ്വാസമില്ല. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ കണ്ട ഒരു ന്യായാധിപനെ പോലെ ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഈ ആളുകൾ ഒടുവിൽ താനൊരു കാര്യം നിശ്ചയിച്ചു, ഇവന്മാരെ ദൈവം നിശ്ചയമായും നാശത്തിൻ്റെ കുഴിയിൽ ഇറക്കും. അങ്ങനെയാണ് 55-ാം സങ്കീർത്തനത്തിൻ്റെ ഒടുവിലത്തെ വാക്യത്തിൽ നാം വായിച്ചത്. ദൈവമേ, നീ അവരെ നാശത്തിൻ്റെ, അതായത് നീ പാതാളത്തിലേക്ക് അവരെ ഇറക്കും, നരകത്തിൻ്റെ കുഴിയിലേക്ക് നീ അവരെ തള്ളിയിടും. ഇതാണ് ദുഷ്ടന്മാർക്ക് വരുന്ന ഏറ്റവും വലിയ വിനാശമെന്ന് പറയുന്നത്. ദൈവം ഒടുവിൽ അവരെ നരകത്തിലേക്ക്. അപ്പോൾ നരകത്തിന് വേണ്ടി അവരെ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഇതിനിടയിൽ ഇവർക്ക് രക്ഷപ്പെടാൻ, ഏത് കൊടുംപാപിക്കും രക്ഷപ്പെടാനൊരു മാർഗമുണ്ട്. ആ മാർഗം 19-ാമത്തെ വാക്യത്തിൽ താൻ അതൊന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. 19-ാമത്തെ വാക്യമാണ്, ദൈവം കേട്ട് ഉത്തരമരുളും. പുരാതനന് സിംഹാസനത്തിനായവൻ തന്നെ. എന്നിട്ട് പറയും, ഈ ആളുകൾക്ക് പട്ടണത്തിൽ, നഗരത്തിൽ കൊള്ളയും കൊള്ളിവെപ്പും അക്രമവും ഒക്കെ ചെയ്തു വരുന്ന ഈ ആളുകൾക്ക് അവർക്കൊട്ടും മാനസാന്തരമില്ല, അവർ ദൈവത്തെ ഭയപ്പെടുന്നതുമില്ല. അപ്പോൾ ഈ സങ്കീർത്തനത്തിൽ ഇവർക്ക് രക്ഷ പ്രാപിക്കാൻ, നരകത്തിയിൽ നിന്നും മോചനം നേടാൻ ഒരു മാർഗമുണ്ട്. ആ മാർഗമാണ് മാനസാന്തരം. ഇന്ന് പകലിൽ നാം ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്ന വിഷയവും മാനസാന്തരം എന്നുള്ളതാണ്. എനിക്കറിയാം ഇന്നിവിടെ ഇത് നിശ്ചയമായും പ്രസംഗിക്കണം. കാരണം ചിലർ സ്നാനപ്പെടുവാനായിട്ട് ഒരുങ്ങുകയാണ്. മാനസാന്തരം എന്തെന്ന് നിങ്ങൾ അറിയണം. രക്ഷ, യേശു കർത്താവിൻ്റെ ക്രൂശീകരണം, ഇതെല്ലാം ഈ ദിവസങ്ങളിൽ ധ്യാനിപ്പാൻ, ചിന്തിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ സന്നിധിയിൽ ധ്യാനിക്കുകയുമൊക്കെ ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ അക്രമകാരികളായ, കൊടുംപാപികളായ ഈ ആളുകളെ ദൈവം നരകത്തിന് വേണ്ടി വിധിച്ചിരിക്കുകയാണ്. പക്ഷേ അവർക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ട്. എന്താണെന്നറിയാമോ? അവർ മാനസാന്തരപ്പെട്ടാൽ മതി. പക്ഷെ ദാവീദ് നോക്കിയപ്പോൾ അവർക്കൊട്ടും മാനസാന്തരമേ ഇല്ല. നിങ്ങളുടെ അറിവിന് വേണ്ടി, നമ്മുടെ പഠനത്തിന് വേണ്ടി ഞാനൊരു കാര്യം പറയാം. പഴയ നിയമത്തിൻ്റെ താളുകളിൽ ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള 39 പുസ്തകങ്ങൾ നാം പരിശോധിച്ചാൽ, നിങ്ങൾക്ക് ഞാനൊരു ഹോംവർക്ക് തരികയാണ്. ഇന്ന് മുതൽ ഉൽപ്പത്തി മുതൽ മലാഖി വരെ നന്നായിട്ട് കുത്തിയിരുന്ന് വായിച്ച് നോക്കണം. മാനസാന്തരം എന്ന് പറയുന്നൊരു പദം ഇവിടെ അല്ലാതെ പഴയ നിയമത്തിൻ്റെ താളുകളിൽ വേറെ ഒരിടത്തുമില്ല. ഈ ഒരൊറ്റ ഇടത്തു മാത്രമാണ് മാനസാന്തരം എന്നൊരു പദം കാണുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, പാസ്റ്ററെ, പഴയ നിയമത്തിൽ മാനസാന്തരം എന്ന പദമില്ലാത്തത് കൊണ്ട് ആ ആളുകൾക്ക് മാനസാന്തരം വേണ്ടേ? വേണം. പക്ഷെ മാനസാന്തരം എന്ന പദം ഇല്ലായെങ്കിലും, മാനസാന്തരം എന്നൊരു വാക്ക് അവിടെ ഇല്ലായെങ്കിലും അതിന് തത്തുല്യമായൊരു പദം പഴയ നിയമത്തിലുടനീളമുണ്ട്. ആ പദം ഇങ്ങനെയാണ്, ടേൺ ടു ഗോഡ്, ദൈവത്തിങ്കിലേക്ക് തിരിയുക. അപ്പോൾ മാനസാന്തരം എന്ന് പറഞ്ഞാൽ ടേൺ ടു ഗോഡ്, ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്നതാണ് ആ വാക്യത്തിൻ്റെ തന്നെ അർത്ഥം. നിങ്ങൾ വായിച്ചിട്ടില്ലേ? എവിടെയെല്ലാം യഹോവയെങ്കിലേക്ക് തിരിവീൻ, ഇസ്രായേലേ യഹോവയെങ്കിലേക്ക് തിരിവിൻ, നീ ദൈവത്തിങ്കിലേക്ക് തിരികെ വരിക, ദൈവത്തിങ്കിലേക്ക് തിരിയുക. ഇതെല്ലാം പഴയ നിയമത്തിൻ്റെ താളുകളിൽ നമുക്ക് ഉടനീളം കാണുവാൻ കഴിയും. പക്ഷേ മാനസാന്തരം എന്ന് പറയുന്നത് ഇവിടെ മാത്രമാണ് എന്നതുകൊണ്ട് മാനസാന്തരത്തിൻ്റെ അർത്ഥവും അതിൻ്റെ അർത്ഥവ്യാപ്തി നിങ്ങൾ മനസ്സിലാക്കാതിരിക്കരുത്. മാനസാന്തരം എന്ന് പറഞ്ഞാൽ, റിയൽ റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത്, യഥാർത്ഥ മാനസാന്തരം എന്ന് പറയുന്നത് ഒരുവൻ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകലിൽ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതാണ് യഥാർത്ഥ മാനസാന്തരമെന്ന്. മാനസാന്തരം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ അന്തരം, മനസ്സിന് വരുന്ന മാറ്റം. എന്താ മനസ്സിന് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ?
നമുക്കറിയാമല്ലോ, ഏദൻ തോട്ടത്തിൽ നിഷ്പാപയുഗത്തിൽ ആദാമും ഹവ്വയും അവർക്ക് വസ്ത്രം പോലും വേണ്ടി വന്നില്ല. കാരണം തേജസ്സിന്റെ ഉടയാടയാണ് ദൈവം അവരെ ധരിപ്പിച്ചത്. ഒടുവിൽ അവർ ലംഘനം ചെയ്തപ്പോൾ, ഒടുവിൽ അവർ പാപം ചെയ്തപ്പോൾ തേജസ്സിന്റെ ഉടയാട നഷ്ടപ്പെട്ടു. അവർ നഗ്നരെന്നവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അന്നു മുതൽ അവരെ ആത്മാവല്ല നടത്തിയത്. അവർ ആത്മാവിനനുസരിച്ച് ആത്മാവിൽ ദൈവത്തെ കണ്ട് ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിച്ച ആ ആളുകൾ അവരുടെ ആത്മാവ് നഷ്ടപ്പെട്ടപ്പോൾ, ആത്മാവ് മരിച്ചപ്പോൾ, അവരുടെ ഉള്ളിലെ ആത്മാവിന് മരണം സംഭവിച്ചപ്പോൾ പിന്നെ അവരുടെ കൺട്രോൾ മുഴുവൻ ഏറ്റെടുത്തത് ദേഹിയായിരുന്നു, മനസ്സായിരുന്നു. ദൈവത്തിന് സ്തോത്രം. മനസ്സ് തോന്നിപ്പിക്കുന്നത് പോലെ, മനസ്സ് കാണിക്കുന്നത് പോലെ, മനസ്സിൽ വരുന്ന ചിന്തകൾക്കനുസരിച്ച് മനുഷ്യൻ മുമ്പോട്ട് പോകാൻ തുടങ്ങി. അന്നു മുതലാണ് ഈ മനസ്സിന് മാറ്റമുണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിച്ചത്. മനുഷ്യന്റെ ചിന്താഗതികളെ, മനുഷ്യന്റെ കൺട്രോൾ മുഴുവനും മനസ്സങ്ങേറ്റെടുത്തപ്പോൾ അവിടെയാണ് മാനസാന്തരം വേണമെന്ന് ദൈവം ആഗ്രഹിക്കാൻ തുടങ്ങി. ദൈവം അല്ലെങ്കിൽ അതിനുവേണ്ടി ചിന്തിച്ച് ദൈവം തന്റെ ദാസന്മാരെ ഉപയോഗിക്കാൻ തുടങ്ങി. നിങ്ങൾക്കറിയാമല്ലോ, സ്നാപയോഹനാൻ ഇവിടെ വന്നു. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗ വിഷയം? മാനസാന്തരം. കർത്താവ് ഇവിടെ വന്ന് പ്രസംഗിച്ചു. എന്താണ് കർത്താവ് പ്രസംഗിച്ചത്? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. അപ്പൊ പഴയ നിയമത്തിൽ നോക്കിയാലും പുതിയ നിയമത്തിൽ നോക്കിയാലും മാനസാന്തരമാണ് ദൈവദാസന്മാർ അല്ലെങ്കിൽ പ്രവാചകന്മാർ ശക്തമായി ജനത്തോട് പ്രസംഗിച്ച പ്രസംഗ വിഷയം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാമോ, 1,20,000 പേരാണ് പഴയ നിയമ പ്രവാചകനായ യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടത്. ശക്തനായൊരു പ്രഭാഷകനായിരുന്നു, ശക്തനായൊരു പ്രവാചകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഒറ്റ പ്രസംഗത്തിൽ 1,20,000 പേരാണ് പഴയ നിയമത്തിൽ മാനസാന്തരപ്പെട്ടത്. അപ്പോൾ മാനസാന്തരം എന്ന് പറയുന്നത് ഈ ഉലകത്തിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയിലും ഉണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം മാനസാന്തരം എന്ന ഈ പദത്തെപ്പറ്റി ചിന്തിപ്പാനും ധ്യാനിപ്പാനും പഠിപ്പാനും ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ചിന്ത, പരിശുദ്ധമാകുന്നൊരു വചനം അല്ലെങ്കിൽ ഒരു ആശയം, അത് ശരിക്കും പറഞ്ഞാൽ ഒരു സത്യം തന്നെയാണ്. ഇറ്റ് ഈസ് ദ കമാൻഡ്മെന്റ് ഓഫ് ഗോഡ്. ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ എടുത്ത അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യമാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം 30-ാമത്തെ വാക്യം കണ്ടവരൊന്ന് വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം 30. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് ദൈവം കൽപ്പിക്കുന്നു. അതാ ഞാൻ പറയും, ഇറ്റ് ഈസ് ദ കമാൻഡ്മെന്റ് ഓഫ് ഗോഡ്. ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്. അത് യൂറോപ്യൻസും മാനസാന്തരപ്പെടണം, അത് അമേരിക്കക്കാരനും മാനസാന്തരപ്പെടണം, അത് കിഴക്കനോദറയിൽ ജീവിക്കുന്നയാളും പടിഞ്ഞാറ്റോദറയിൽ ജീവിക്കുന്നയാളും ഭൂലോകത്തിൽ എവിടെ പാർക്കുന്ന ഏതൊരു വ്യക്തിയും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നല്ല, ദൈവം കൽപ്പിക്കുന്നു. അപ്പോൾ മക്കളെ, മാനസാന്തരം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ആധാർ കാർഡ് എടുക്കണമെന്ന് ഇന്ത്യയിലെ ഔദ്യോഗിക സ്ഥാനത്ത് നിന്നും ഇവിടുത്തെ ഭരണകർത്താക്കൾ നമുക്കൊരു കൽപ്പന തന്നപ്പോൾ നമ്മൾ എത്രയോ ദിവസങ്ങൾ മെനക്കെട്ട് അത് സമ്പാദിച്ചു. കാരണം ഇവിടുത്തെ ഭരണാധിപന്മാർ പറയുന്ന ഏതൊരു വാക്കും, ഇവിടെ 2 വീലർ ഓടിക്കണമെങ്കിൽ, ഇവിടെ കാറ് ഡ്രൈവ് ചെയ്യണമെങ്കിൽ ലൈസൻസ് കൂടിയേ തീരും. നമുക്കറിയാം, അത് രാജ്യത്തിൻ്റെ നിയമമാണ്. ഇവിടുത്തെ മേലധികാരികൾ നമ്മളെ എപ്പോഴും അത് ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. അത് ചെയ്യാൻ നാം നിർബന്ധിതരാകുന്നെങ്കിൽ, എന്നെ കേൾക്കുന്നവരെ, ഭൂലോകത്തുള്ള സകല മനുഷ്യരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുകയല്ല, ദൈവം കൽപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ആ കൽപ്പന ഏറ്റെടുക്കുവാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? മാനസാന്തരം എന്ന് പറയുന്നത് കേവലം ഒരു പ്രസംഗ വിഷയമല്ല. ദൈവത്തിന് സ്തോത്രം. പെന്തക്കോസ്തിലെ ഉപദേശിമാരുടെ, കവലകളിൽ പ്രസംഗിക്കുന്ന ആ കവല പ്രസംഗകരുടെ ഏതെങ്കിലും ഒരു പ്രസംഗ വിഷയമല്ല. ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ഇത് ഞാനും നിങ്ങളും അനുസരിച്ചേ മതിയാകൂ. അറിയായ്മയുടെ കാലങ്ങളധികം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. ഈ മാനസാന്തരം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്നത് ഏതെങ്കിലും ഒരു അത്ഭുതത്തിൻ്റെ മുമ്പിലല്ല. ഉദാഹരണം പറഞ്ഞാൽ, ഇവിടെ ഒരു പ്രവാചകൻ വന്ന്, അല്ലെങ്കിൽ ഒരു അഭിഷിക്തൻ വന്ന്, ഒരു ദൈവദാസൻ വന്ന് ഇവിടെ ഒരു കിടപ്പ് രോഗിയായ ഒരാളെ കയ്യിൽ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തൊട്ട് അദ്ദേഹം എഴുന്നേൽക്കുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, അത് കാണുമ്പോൾ ഒരു മിറക്കിൾ കണ്ട് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന വികാര വിക്ഷോഭമല്ല മാനസാന്തരം എന്ന് പറയുന്നത്.
ദൈവത്തിന് സ്തോത്രം. ഒന്നുകൂടി പറയാം, മാനസാന്തരം ഉണ്ടാകുന്നത് ഒരു അത്ഭുതം കാണുമ്പോഴല്ല, ഒരു ഉണർവ് നടക്കുമ്പോഴല്ല. അങ്ങനെ ഒരു മാനസാന്തരം എന്ന് പറയാനൊക്കത്തില്ല. അങ്ങനെ ഒരു മനസ്സിനൊരു ഇളക്കം സംഭവിച്ച 2 പുള്ളികൾ ഞാൻ വേദപുസ്തകത്തിൽ കണ്ടു. ഞാൻ അവരെ നിങ്ങളുടെ മുമ്പാകെ പരിചയപ്പെടുത്താം. ഒരു മിറക്കിൾ സംഭവിച്ചപ്പോൾ, ഒരു അത്ഭുതം സംഭവിച്ചപ്പോൾ, 2 പേരുടെയും പേര് ശിമോൻ എന്നാണ്. ഒരാൾ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കാണുന്നു, ഒരാൾ അപ്പോസ്തല പ്രവർത്തികൾ 8-ാം അധ്യായത്തിൽ കാണുന്നു. 2 വേദഭാഗങ്ങൾ നിങ്ങൾ വായിക്കാൻ തയ്യാറായിക്കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ കാണുന്ന ശിമോൻ, അദ്ദേഹത്തെ പിന്നീട് യേശു ശിമോൻ പത്രോസ് എന്ന് വിളിച്ചു. അദ്ദേഹം പത്രോസ് ആകുന്നതിന് മുമ്പ് വീട്ടുകാർക്കും നാട്ടുകാർക്കും പള്ളിക്കാർക്കും എല്ലാം താൻ ശിമോനാണ്, സഹപ്രവർത്തകർക്കെല്ലാം താൻ ശിമോനാണ്. ഒരിക്കലും ഒരു സുപ്രഭാതത്തിൽ യേശു അദ്ദേഹത്തിൻ്റെ പടകിൽ വന്നു കയറി. ഒരു വലിയ അത്ഭുതം അവിടെ ചെയ്തു. നാളിതുവരെ താൻ കണ്ടിട്ടില്ലാത്ത പെരുത്ത മീൻകൂട്ടം. ദൈവത്തിന് അത്രമാത്രം ഒരു വലിയ പെരുത്ത മീൻകൂട്ടം തൻ്റെ വലയിൽ അകപ്പെട്ടു. വല കീറാറായി. ആ 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം കണ്ടവരെന്ന് വായിച്ചേ. ലൂക്കോസിന്റെ ശിമോൻ അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒരു മിറക്കിൾ സംഭവിച്ചപ്പോൾ തൻ്റെ പടകിൽ, തൻ്റെ വലയിൽ നാളിതുവരെ കണ്ടിട്ടില്ലാത്ത പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടപ്പോൾ ഇദ്ദേഹത്തിന്റെ മനസ്സിലൊരു മാറ്റമുണ്ടായി. ആ മാറ്റത്തിന് അനുസൃതമായി താൻ ഒരു പ്രാർത്ഥനയും നടത്തി. ആ പ്രാർത്ഥനയിൽ തൻ്റെ ഉള്ളിൽ ഒരു പാപബോധവും ഉണ്ടായി. താൻ പറയുകയാണ്, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട്. അവിടെയാ തെറ്റിയത്. ഞാൻ പാപിയാണ്, പക്ഷെ ആ പാപബോധം വന്നിട്ട്, കർത്താവേ, നീ എന്നെ വിട്ടു പോകരുതേ, എന്നെ നിന്റെ കൂടെ ചേർക്കണമേ എന്നല്ല പറയുന്നത്. നീ നിന്റെ വഴിക്ക് പോ, ഞാൻ ഇവിടെ എങ്ങാനും നിന്നോളാം. അത് ശരിയായ മാനസാന്തരമല്ല. ഞാൻ പറഞ്ഞു വരുന്നൊരു മിറക്കിൾ കണ്ടപ്പോൾ, ഒരു അത്ഭുതം കണ്ടപ്പോൾ, അത്ഭുത പരതന്ത്രനായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ പൊങ്ങി വന്ന ഒരു വികാരത്തള്ളലിൽ അല്ലെങ്കിൽ ഒരു വികാര വിക്ഷോഭത്തിൽ താൻ പറഞ്ഞു, ഞാൻ പാപിയാണ്. ഓക്കെ, സമ്മതിച്ചു, താൻ പാപിയാണെന്നുള്ളത് താൻ സമ്മതി. പക്ഷേ അടുത്തതാണ് വിഷയം. നീ എന്നെ വിട്ടു പോകണേ. എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് നിന്റെ കൂടെ നടക്കാൻ എനിക്ക് പറ്റത്തില്ല കർത്താവേ, കാരണം നീ പരിശുദ്ധനാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ നിന്റെ വഴിക്ക് പോ, ഞാൻ എൻ്റെ വഴിക്കും പോയിക്കൊള്ളാം. അത് റിയൽ മാനസാന്തരമല്ല. അത് കേവലം ഒരു അത്ഭുതത്തിൻ്റെ മുമ്പിൽ തൻ്റെ ഹൃദയത്തിലുണ്ടായ അല്ലെങ്കിൽ തൻ്റെ മനസ്സിലുണ്ടായ വികാര വിക്ഷോഭം മാത്രമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, മാനസാന്തരം ഏതെങ്കിലും അത്ഭുതത്തിൻ്റെ മുമ്പിൽ, അടയാളത്തിന് മുമ്പിൽ ഞെട്ടിത്തരിച്ച് ഇങ്ങനൊരു വികാര വിക്ഷോഭമുണ്ടായി അത്ഭുത പരതന്ത്രനായി ഉണ്ടാകുന്ന ഒരു വികാര തള്ളലല്ല മാനസാന്തരം എന്ന് പറയുന്നത്. മാനസാന്തരത്തിൽ പാപബോധമുണ്ട്. മാനസാന്തരത്തിൽ പാപബോധമുണ്ടാകും. മാനസാന്തരപ്പെടുന്ന ഒരുവന് പശ്ചാത്താപം ഉണ്ടാകുന്നു. മാനസാന്തരപ്പെടുന്നവൻ അനുതപിക്കുന്നു. മാത്രമല്ല, തനിക്ക് മാറ്റം വരുത്തിയ ദൈവത്തെ മുറുകെ പിടിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാൻ അങ്ങയ്ക്ക് വേണ്ടിയായിരിക്കും. നീ എവിടെ പോയാലും ഐ ആം റെഡി, ഞാൻ നിന്നോടുകൂടെ വരാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അവനെ മുറുകെ പിടിച്ച് അവന്റെ പാതാരവിന്ദങ്ങളിൽ വീണ് അവന്റെ സ്റ്റെപ്പുകൾക്കനുസരിച്ച് സ്റ്റെപ്പ് വെക്കാൻ ഒരുവൻ തയ്യാറാകുമ്പോഴാണ് റിയൽ മാനസാന്തരം അവനിൽ വെളിപ്പെടുന്നത്. പലയിടങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയരെ. ഇവിടെയല്ല, അത്ഭുതങ്ങളുടെ മുമ്പിൽ ഒരു രോഗം സൗഖ്യമായതിൻ്റെ പേരിൽ കേവലം ഒരു വികാരത്തള്ളലിൽ പാപമേറ്റു പറഞ്ഞിട്ട് മാനസാന്തരപ്പെട്ടു എന്ന് കരുതുന്ന ആളുകൾ, നോ, അത് റിയൽ റിപ്പൻറ്റൻസ് അല്ല. അത് യഥാർത്ഥ മാനസാന്തരമല്ല. അത് കേവലം ഒരു വികാര വിക്ഷോഭം മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. മോനെ, സ്നാനപ്പെടാൻ തീരുമാനിച്ചിരിക്കുന്ന പ്രിയര്, സ്നാനപ്പെടുന്നവർക്ക് വേണ്ടി മാത്രമല്ല, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഈ പാഠങ്ങൾ ഗ്രഹിക്കണം. ഞാൻ ഉൾപ്പെടെ എന്നെ ഇരുത്തി പരിശുദ്ധമ പഠിപ്പിച്ചതാണ് കേട്ടോ. 2-3 ദിവസങ്ങളായി ഞാൻ ചെയ്ത ഹോംവർക്കുകളിലൂടെ, ദൈവസന്നിധിയിൽ ധ്യാനിച്ചതിലൂടെ ദൈവത്തിൻ്റെ അവനിക്ക് തന്ന ചില ചിന്തകളാണ്, ആശയങ്ങളാണ്, ആലോചനകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ ഏറ്റെടുക്കണം കേട്ടോ, നിറഞ്ഞ മനസ്സോടെ ഏറ്റെടുക്കണം. പാസ്റ്റർ ഇന്ന് ഈ ദൂത് പറയാൻ ഒരുപാട് മെനക്കെട്ടു എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് ഒന്നുകൂടി പറയാം, ഒരു അത്ഭുതം കാണുമ്പോൾ, നാളെ ഒരു പാസ്റ്റർ വന്നിട്ട് മക്കളെ ഒരു ചുട്ട കോഴി ഇവിടെ പറക്കുന്നത് കണ്ടാൽ ആ പറക്കലിന്റെ മുമ്പിൽ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകുന്ന ഒരു വികാരം, അതല്ല മാനസാന്തരം.
ദൈവത്തിന് സ്തോത്രം. മാനസാന്തരം എന്ന് പറയുന്നത് അത്ഭുതത്തിന് മുമ്പിൽ ഒരു അത്ഭുതം കാണുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു അതിശയമോ വിസ്മയമോ അല്ല, ദൈവത്തിങ്കിലേക്ക് നാം തിരിയുന്നതാണ്. ദൈവത്തിങ്കിലേക്ക് നാം തിരിയുന്നതാണ്. ടേൺ ടു ഗോഡ്, ദൈവത്തിങ്കിലേക്ക് തിരിയുക, അതാണ് യഥാർത്ഥ മാനസാന്തരം എന്ന് പറയുന്നത്. അപ്പൊ പാപബോധമുണ്ടായി. തനിക്ക് നാളിൽ വരെ കാണുവാൻ കഴിയാത്ത വലിയ പെരുത്ത മീൻകൂട്ടം തൻ്റെ മുമ്പിൽ കണ്ടപ്പോൾ അന്താളിച്ചു പോയി ശിമോൻ. താൻ പറഞ്ഞു, ഞാൻ പാപിയാണ്. പക്ഷെ അടുത്ത വാക്യത്തിൽ പറയുന്നു, നീ എന്നെ വിട്ടു പോകണമേ. എൻ്റെ പൊന്ന് ശിമോനെ, നിന്നെ കൊണ്ടേ യേശു പോകത്തുള്ളൂ. അതാണ് യേശുവിൻ്റെ ആഗ്രഹം. കാരണം ഈ ഒരത്ഭുതം നിന്നെ കാണിച്ച് യഥാർത്ഥമായൊരു മാനസാന്തരം നിന്നെ വരുത്തിയിട്ട്, ദൈവത്തിന് സ്തോത്രം, ഈ അത്ഭുതത്തിൻ്റെ മന്ത്രിയായ, ഈ അത്ഭുതത്തിൻ്റെ കാരണക്കാരനായ യേശു എല്ലാമായി തീരത്തക്ക നിലയിൽ അവനുമായി അഗാധമായൊരു ബന്ധം പുലർത്താൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ശിമോനെ, നീ അവനെ തള്ളിയാലും, നീ അവനെ നിന്നിൽ നിന്ന് വിട്ടുപോകാൻ നീ ആവശ്യപ്പെട്ടാലും അവൻ വിട്ടുപോകില്ല. അവൻ നിന്നെ കൊണ്ടേ പോകൂ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് കർത്താവിനെ മുറുകെ പിടിക്കുവാൻ കഴിയുന്നുണ്ട്? ഇനി ശിഷ്ടായുസ് മുഴുവനും ഈ യേശുവിന് വേണ്ടി മാത്രം ഞാൻ ജീവിക്കും. യേശു പോകുന്ന പാതയിലൂടെ മാത്രം ഞാൻ പോകും. യേശു നിൽക്കുന്ന വഴിയിൽ തന്നെ ഞാൻ നിൽക്കും. യേശുവേ, നീയാണ് എനിക്കെല്ലാം എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് സമ്പൂർണ്ണ സമർപ്പണത്തോടെ ആര് യേശുവിനെ പിൻപറ്റുന്നുവോ അവനാണ് യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ടവൻ. അതാണ് യഥാർത്ഥ മാനസാന്തരം. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് വലിയ വലിയ ഇങ്ങനെ ജനാവലികൾ പങ്കെടുക്കുന്ന വലിയ കൺവെൻഷനുകളിൽ, വലിയ ക്രൂസേഡുകളിൽ ദൈവദാസന്മാർ ഇങ്ങനെ വിയർത്ത് ശക്തമായ ആത്മനിറവിൽ ശുശ്രൂഷിക്കുന്ന വേളയിൽ ഉണ്ടാകുന്ന ആ ഒരു ഉണർവിൽ ചില ആളുകൾ മാനസാന്തരപ്പെടാറുണ്ട്. പക്ഷെ അത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാകും, പിന്നീട് അത് നിലനിൽക്കുന്നില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാകും അത് ഒരു യഥാർത്ഥ മാനസാന്തരമല്ല അവർക്കുണ്ടായത്. അവർ ആ ഉണർവിൻ്റെ തിരത്തള്ളലിൽ അവർക്കുണ്ടായ കേവലം ഒരു വികാര വിക്ഷോഭം. ഞാൻ അങ്ങനെ ഒരു പദമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്, വികാര വിക്ഷോഭം. അത്ഭുത പരതന്ത്രരായിട്ട് അവരിലുണ്ടായൊരു വികാരത്തള്ളൽ. അതിനൊരു ഉദാഹരണമാണ് ശിമോൻ എന്ന് പേരുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹം ഒരു മന്ത്രവാദിയായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിൽ നമുക്ക് അദ്ദേഹത്തെ കാണാം. ശമര്യ എന്ന് പറയുന്ന ദേശത്ത് മഹദി എന്ന് പറയുന്ന ഒരു ദൈവശക്തിയാണെന്ന് ഞാനെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ആ ദേശത്തുള്ള ആളുകളെ കിടുകിടാ വിറപ്പിച്ച ഒരു മനുഷ്യൻ, ആഭിചാരകൻ. അദ്ദേഹത്തിൻ്റെ പേര് ശിമോൻ. അവിടെ ഫിലിപ്പോസ് വന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ മെഗാ ക്രൂസൈഡ് ഒരുക്കപ്പെട്ടു. ആ ക്രൂസൈഡിൽ ക്ഷണിക്കപ്പെട്ട അതിഥി, ഗസ്റ്റായി വന്ന ഗസ്റ്റ് സ്പീക്കർ, അദ്ദേഹത്തിൻ്റെ പേര് പത്രോസാണ് വന്നത്. പത്രോസ് വന്ന് ഇങ്ങനെ ശുശ്രൂഷ ചെയ്യുമ്പോൾ നൂറുകണക്കിന് ആളുകൾ ഇങ്ങനെ ഓട്ടർ കോൾ കൊടുക്കുമ്പോൾ മുമ്പോട്ട് വരികയാണ്. അവരുടെ തലയിൽ ഇദ്ദേഹം കൈവയ്ക്കുമ്പോൾ ഇവരിങ്ങനെ അന്യഭാഷ പറയുന്നു, ആത്മനിറവിൽ ആരാധിക്കുന്നു. ഇത് കണ്ടപ്പോൾ ശിമോനൊരു തോന്നൽ, ഇത് കൊള്ളാലോ. താനൊരു പണക്കാരനായതുകൊണ്ട് താൻ പറയുകയാണ്, എൻ്റെ കയ്യിൽ കുറേ പണമുണ്ട് പത്രോസെ, ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന പണം തരാം. ഞാൻ ആരുടെയെങ്കിലും തലയിൽ കൈവച്ചാൽ ഈ പരിശുദ്ധാത്മാവിനെ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന ഒരു സൂത്രം എന്നെയും കൂടി പഠിപ്പിക്കണേ. അങ്ങനെയാ പുള്ളി പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. 18-ാമത്തെ വാക്യം വായിച്ചേ, 8-ാം അധ്യായത്തിന്റെ 18-ാമത്തെ. അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശിമോൻ കണ്ടാറേ. ഞാൻ ഒരുത്തന്റെ മേൽ കൈവച്ചാൽ അവനും പരിശുദ്ധാത്മാവ് ലഭിപ്പാൻ തക്കവണ്ണം ഈ അധികാരം എനിക്കും തരണമേ എന്ന് പറഞ്ഞു. അടുത്ത വാക്യം, പത്രോസ് അവനെ ശാസിച്ചു, ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാമെന്ന് നീ കരുതുന്നുവോ? നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകും. അടുത്ത വാക്യം നേരുള്ളതല്ല. അടുത്ത വാക്യം നീ ഒരു മാർഗം പറഞ്ഞു കൊടുക്കുന്നുണ്ട് പത്രോസ്. നീ ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക. അതാണ് പോം വഴി. ദൈവത്തിന് സ്തോത്രം. അവനിലെ സകല മ്ലേച്ഛതയും, അവന്റെ ഹൃദയത്തിലെ സകല പകയും, അവൻ ആരാണെന്ന് അവന്റെ ഐഡന്റിറ്റി ബോധ്യപ്പെടുത്തി പരിശുദ്ധാത്മാവ് പത്രോസിന്. അദ്ദേഹം ആത്മനിറവിൽ പറയുകയാണ്, ശാസിക്കുകയാണ്, നിന്റെ പണം നിന്നോടുകൂടി നശിച്ചു പോകും. വേണമെങ്കിൽ മാനസാന്തരപ്പെട്ട് പ്രാർത്ഥിച്ചോണം. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും, ദൈവം നിന്നോട് ക്ഷമിക്കും.
പത്രോസ് പറയുക, മാനസാന്തരപ്പെട്ട് നീ പ്രാർത്ഥിക്ക്. അപ്പോൾ മാനസാന്തരപ്പെടുന്നവൻ പ്രാർത്ഥിക്കണം കേട്ടോ. ഞാൻ ചോദിക്കട്ടെ, മാനസാന്തരപ്പെട്ടപ്പോൾ നാം കഴിച്ച ഒരു കൊച്ചു പ്രാർത്ഥനയില്ലേ, ആ പ്രാർത്ഥനയിലൂടെയല്ലേ നമ്മുടെ ക്രിസ്തീയ ജീവിതം ആരംഭിച്ചത്? പാപബോധം വരുത്തുന്ന വാക്കുകൾ ദൈവദാസന്മാരിലൂടെ നാം കേട്ടപ്പോൾ, ഞാൻ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ഒരു പാപിയാണെന്ന് എനിക്ക് ബോധ്യം വന്നപ്പോൾ, എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് കാൽവറിയിൽ യേശു മരിച്ചു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ നാം അന്ന് നടത്തിയ ഒരു കൊച്ചു പ്രാർത്ഥനയില്ലേ? എന്താ ആ പ്രാർത്ഥന? യേശുവേ, ഞാൻ എൻ്റെ ഹൃദയത്തെ അങ്ങേക്ക് തരുന്നു, എൻ്റെ ഹൃദയത്തിലേക്ക് നീ രാജാവായി എഴുന്നള്ളി വരണമേ. അത് പ്രാർത്ഥിക്കാത്ത ആരും ഇതിനകത്തിരിപ്പില്ല. ആ ഒരു കൊച്ചു പ്രാർത്ഥനയിലൂടെയാണ് നാം ദൈവമകനായി മാറിയത്. അപ്പോൾ പ്രാർത്ഥനയും മാനസാന്തരവും, അല്ലെങ്കിൽ മാനസാന്തരവും പ്രാർത്ഥനയും എന്ന് പറയുന്നത് പരസ്പര പൂരകങ്ങളാണ്. ഇഴപിരിയ കയറ് പോലെയാണ്, രണ്ടും ഒരുപോലെ വേണം. മാനസാന്തരപ്പെടുന്നവൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചിരിക്കണം. ദൈവത്തിന് സ്തോത്രം. മാനസാന്തരം പോലെ ഒരു വികാര വിക്ഷേപം ഉണ്ടായപ്പോൾ, ഒരു പാപബോധം വന്നപ്പോൾ പത്രോസും അല്ലെങ്കിൽ ശിമോനും പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ പാപിയാണ്. പക്ഷേ ആ പ്രാർത്ഥന തെറ്റിപ്പോയി. അടുത്ത വാക്യത്തിൽ അവൻ പറഞ്ഞത് എന്താണ്? നീ എന്നെ വിട്ട് പോകണമേ. അങ്ങനെയല്ല, ഇവിടെ ഇതാ ശിമോനോട് ഈ പത്രോസ് പറയുകയാണ്, നിനക്ക് മാനസാന്തരപ്പെടാൻ ദൈവം തമ്പുരാൻ അവസരം തരികയാണ്. അതുകൊണ്ട് ഈ വഷളത്വം വിടുക, ഈ മ്ലേച്ഛത വിടുക, നീ മാനസാന്തരപ്പെടുക. നീ മാനസാന്തരപ്പെട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കു കുഞ്ഞേ, ദൈവം നിന്നോട് ക്ഷമിക്കും. പക്ഷെ പുള്ളി പ്രാർത്ഥിച്ചില്ല. ഈ നാണം കെട്ടയാള് പ്രാർത്ഥിച്ചില്ല. ഈ നാണം കെട്ട മനുഷ്യൻ പ്രാർത്ഥിച്ചില്ല. പുള്ളി പറഞ്ഞെന്ന് അറിയാം, പ്രേ ഫോർ മീ. എനിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കടാ. അങ്ങനെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. അടുത്ത വാക്യത്തിൽ അതാ കണ്ടുവരുന്ന വായിച്ച്. അതിന് ശിമോൻ, നിങ്ങൾ പറഞ്ഞതൊന്നും എനിക്ക് ഭവിക്കാതിരിപ്പാൻ കർത്താവിനോട്. അപ്പോൾ മാനസാന്തരപ്പെടുന്നവൻ വ്യക്തിപരമായി ദൈവത്തോട് പ്രാർത്ഥിച്ചിരിക്കണം. അത് ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷേ ഇവിടെ പ്രാർത്ഥന പുള്ളി കോൺട്രാക്ട് കൊടുക്കുക. അങ്ങനെ ചില ആളുകളുണ്ട്, കോൺട്രാക്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. കനകമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. അപ്പം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ മനസ്സില്ലേ? ജോണി പ്രാർത്ഥിച്ചോണം, പാസ്റ്റർ പ്രാർത്ഥിച്ചോണം, അമ്മാമ്മ പ്രാർത്ഥിച്ചോണം, സഹോദരൻ പ്രാർത്ഥിച്ചോണം, സഹോദരി അല്ല. നമ്മുടെ ഹൃദയത്തിൽ നിന്നും, ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും പാപബോധം വന്നിട്ട് ദൈവത്തോട് നിരപ്പാകാൻ വേണ്ടി നീ തന്നെ സ്വയം പ്രാർത്ഥന കഴിക്കണം. അപ്പോൾ മാനസാന്തരവും പ്രാർത്ഥനയും പരസ്പര പൂരകങ്ങളാണ്. ഇഴപിരിയ കയറ് പോലെയാണ്, ഒരുപോലെ കൊണ്ടുപോകണം. അവിടെയാണ് ദൈവപ്രവർത്തികൾ നമ്മിൽ വെളിപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ മനുഷ്യനോട് പത്രോസ് ബുദ്ധി ഉപദേശിക്കുകയാണ്, നീ മ്ലേച്ഛത വിടൂ, നീ വഷളത്വം വിടൂ, നീ മാനസാന്തരപ്പെട്ട് നീ കർത്താവിനോട് പ്രാർത്ഥിക്ക്. പ്രാർത്ഥിച്ചാൽ കർത്താവ് നിന്റെ പാപം ക്ഷമിക്കുമായിരിക്കും. പക്ഷെ ആ വാക്ക് കേട്ടിട്ട് ഇവൻ പ്രാർത്ഥിക്കാൻ തയ്യാറായില്ല. ഇവൻ പറയുകയാണ്, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. എവിടം കൊണ്ട് അത് അവസാനിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും യഥാർത്ഥ മാനസാന്തരമല്ല ആഭിചാരകനായ ശിമോനുണ്ടായത്. ഒരു ഉണർവിൻ്റെ സമയത്ത്, ദേശത്തൊരു വലിയ ഉണർവ് നടക്കുന്ന വേളയിൽ, പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ച അപ്പോസ്തലന്മാർ ശുശ്രൂഷിക്കുന്ന വേളയിൽ അവിടെ കണ്ട ആരാധന, അവിടെ കേട്ട പാട്ട്, അവിടെ ഉണ്ടായ ബഹളങ്ങൾ, അവിടെ കണ്ടതായ കാഴ്ചകൾ, ഇതെല്ലാം അവന്റെ ഹൃദയത്തിൽ കേവലം ഒരു വികാര തള്ളൽ മാത്രം ഉണ്ടാക്കി, കേവലം ഒരു വികാര വിക്ഷോഭം മാത്രം ഉണ്ടാക്കി. പക്ഷേ കേവലം ഒരു വികാര വിക്ഷോഭമല്ല മാനസാന്തരം എന്ന് പറയുന്നത്. എവിടെ ഉണർവ് കണ്ടാലും ആ ഉണർവിനനുസരിച്ച് തുള്ളുന്നതോ ചാടുന്നതോ കൈയടിക്കുന്നതോ അല്ല യഥാർത്ഥ മാനസാന്തരപ്പെടമെന്ന് പറയുന്നത്. ആ പാപബോധം വന്നിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതാണ്. ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ ആവർത്തിക്കുന്നു, turn to God. ദൈവത്തിങ്കിലേക്ക് തിരിയുക. turn to God. ദൈവത്തിങ്കിലേക്ക് തിരിയുക, ദൈവത്തിങ്കിലേക്ക് തിരിയുക. അതാണ് മാനസാന്തരം. ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ടപ്പോൾ യഥാർത്ഥമായും പ്രാർത്ഥിച്ച രണ്ടുപേരെ കൂടി ഞാൻ പരിചയപ്പെടുത്താം. ഹല്ലേലൂയ. ഒരാളുടെ പേര് നമ്മളെല്ലാവരും മുടിയൻ പുത്രൻ എന്നാണ് വിളിക്കുന്നത്. ശരിക്കും പേര് എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങൾക്കും അറിഞ്ഞുകൂടാ. മറ്റൊരാളെ നമ്മൾ വിളിക്കുന്നത് കുരിശിലെ കള്ളൻ എന്നാ. ശരിക്കും പേര് എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങൾക്കും അറിഞ്ഞുകൂടാ. പക്ഷേ എന്ത് പേരുള്ളവരായാലും നല്ല പ്രാർത്ഥന അങ്ങ് പ്രാർത്ഥിച്ചു. ശരിയാമണ് ഒരു മാനസാന്തരം അവർക്കുണ്ടായി. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് വന്നേ. 15-ാം അധ്യായത്തിലാണ് ആ ചെറുപ്പക്കാരൻ നമുക്ക് കാണുവാൻ. 18-ാം വാക്യവും 19-ാമത്തെ വാക്യവും.
ഞാൻ എഴുന്നേറ്റ് എവിടെ കിടന്നോണ്ടാ പറയുന്നത്? പന്നിക്കൂട്ടിൽ കിടക്കുകയാണ്. പന്നികളോടുകൂടെ ചെളിയിൽ കഴിയുകയാണ്. പന്നി തിന്നുന്ന വാളവരെ കൊണ്ടുപോലും വയറ് നിറക്കുവാൻ ആശിച്ചിട്ടും ആരും ഒന്നും കൊടുത്തില്ല. കീറിയ പാൻറ്റും കീറിയ ഷർട്ടും ഒട്ടിയ കവിളും കുഴിഞ്ഞ കണ്ണുകളുമായി ഒരു 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 ഭിക്ഷാന്തേകിയെ പോലെ ദിവസങ്ങൾ കൊണ്ട് പിന്നെ അങ്ങ് ആയിപ്പോയി. ഒടുവിൽ അവൻ വീടിനെക്കുറിച്ച് ചിന്തിച്ചു, അപ്പനെക്കുറിച്ച് ചിന്തിച്ചു. ഞാനിവിടെ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുമ്പോൾ എൻ്റെ വീട്ടിൽ അപ്പൻ്റെ കൂലിക്കാർ എത്രയോ ശ്രേഷ്ഠകരമായ നിലയിൽ വസിക്കുന്നു. അങ്ങനെയെങ്കിൽ അപ്പൻ്റെ അടുക്കിലേക്ക് തിരികെ ചെല്ലുന്നതാണ് ബുദ്ധി. അപ്പൻ്റെ അടുക്കിലേക്ക് തിരികെ പോകുന്നതാണ് എനിക്ക് നല്ലത്. ഇവിടം കൊണ്ട് ഞാൻ തീരുവാനല്ല, ഇവിടം കൊണ്ട് എനിക്ക് അവസാനിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. ഞാൻ എവിടെ നിന്നും വിട്ടുപോകുന്നുവോ, ഞാൻ ആരിൽ നിന്നും ഓടി ഒളിച്ചുവോ അവിടേക്ക് തന്നെ ഞാൻ പോകും. അതാണ് ഞാൻ പറഞ്ഞത്. യഥാർത്ഥ മാനസാന്തരം എന്ന് പറയുന്നത് കേവലം ഒരു പാപബോധം വന്നിട്ട് ആ നിൽക്കുന്ന നിൽപ്പിൽ തന്നെ നിൽക്കുന്നതല്ല, ആ കുഴിയിൽ തന്നെ തുടരുന്നതല്ല. അപ്പൻ്റെ വീടിനെ കുറിച്ചുള്ള ചിന്തകൾ പേറി അവിടെ തന്നെ തുടരുന്നതല്ല, അവിടെ നിന്നും എഴുന്നേറ്റ് അപ്പന്റെ ഇടയിലേക്ക് തിരിച്ചു വരുന്നതാണ്. ഈ പകൽക്കാൻ ഞാൻ പറയട്ടെ, യഥാർത്ഥ മാനസാന്തരം എന്ന് പറയുന്നത്, ഞാൻ ആവർത്തിക്കുന്നു, ടേൺ ടു ഗോഡ്, ദൈവത്തിലേക്ക് തിരിയുന്നതാണ്, അപ്പന്റെ അടുക്കലേക്ക് തിരിയുന്നതാണ്. പാപബോധം വന്നിട്ട്, അപ്പാ ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന പേരിൽ ഞാൻ വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രാർത്ഥനയോടെ കടന്നു ചെല്ലുന്ന, സമ്പൂർണമായ സമർപ്പണത്തോടെ കടന്നു വരുന്ന മടങ്ങി വരവിന്റെ അനുഭവം, അതാണ് അവിടെ കാണുന്നത്. മാനസാന്തരപ്പെട്ടു, പാപബോധമുണ്ടായി, ചെയ്തതെല്ലാം ചെയ്തു കൂട്ടിയതെല്ലാം മ്ലേച്ഛതയാണെന്ന് തിരിച്ചറിഞ്ഞു. എന്നിട്ട് ആ ചേറ്റിൽ നിന്നും, ആ ചേറ്റുകുഴിയിൽ നിന്നും, ആ ചെളിക്കുണ്ടിൽ നിന്നും, ആ പന്നികൾക്കിടയിൽ നിന്നും പന്നികളോടും എല്ലാ സാഹചര്യങ്ങളോടും എന്നേക്കുമായി ഗുഡ് ബൈ പറഞ്ഞിട്ട് വിട്ടുപോന്ന വീട്ടിലേക്ക്, അപ്പന്റെ ഭവനത്തിലേക്ക് തിരിച്ചു വന്നിട്ട് കണ്ണുനീരോടെ കഴിക്കുന്ന ഒരു പ്രാർത്ഥന, അപ്പാ ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന പേരിനെ വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ പറഞ്ഞു വിട്ടെ, അവന്റെ ജീവിതം എങ്ങനെയായി മാറി? അവൻ മേൽത്തരമായ സ്വന്തം വസ്ത്രം ധരിക്കാൻ തുടങ്ങി. അവൻ അന്ന് മുതൽ അതെ നല്ല മനോഹരമായ ചെരുപ്പണിയാൻ തുടങ്ങി. അവൻ അന്ന് മുതൽ അപ്പന്റെ കൈകളിൽ നിന്നും ആ മോതിരം തന്റെ കൈകളിൽ സ്വീകരിപ്പാൻ തുടങ്ങി. യേശുവിന്റെ നാമത്തിൽ അവൻ ആ ഭവനത്തിന് എല്ലാമായി മാറി, എല്ലാമായി മാറി, അപ്പന്റെ ഇഷ്ട മകനായി മാറി. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നവരെ, ഇതാണ് റിയൽ റിപ്പന്റൻസ് എന്ന് പറയുന്നത്, ഇതാണ് യഥാർത്ഥ മാനസാന്തരപ്പെടുന്ന പറയുന്നത്. ഇപ്പോൾ നീ ആയിരിക്കുന്ന പശ്ചാത്തലത്തിൽ നിന്നും, പാപത്തിങ്കിൽ നിന്നും, പാപ വഴിയിൽ നിന്നും, മ്ലേച്ഛതകളിൽ നിന്നും എന്നേക്കുമായി ഇവിടെ പറഞ്ഞ് അപ്പങ്കിലേക്ക് മടങ്ങി വരുന്ന, അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുന്ന ആത്മീക അനുഭവം, അതൊരു പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ടേൺ ടു ഗോഡ്, ദൈവത്തെങ്കിലേക്ക് തിരിയുക, പിതാവിങ്കിലേക്ക് തിരിയുന്ന, അതാണ് ധൂർത്തപുത്രന്റെ മാനസാന്തരവും പ്രാർത്ഥനയും നമുക്ക് വായിക്കാൻ കഴിഞ്ഞത്. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 42-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ നമ്മളെല്ലാവരും പറയുന്നത് യേശുവിൻ്റെ വലത്തുഭാഗത്ത് കിടന്ന കള്ളനെന്നാ. പക്ഷേ അങ്ങനെയൊന്നും വേദപുസ്തകത്തിൽ കാണുന്നില്ല. വലത്തോ ഇടത്തോ എവിടെയെങ്കിലും കിടന്നോട്ടെ, ദൈവത്തിന് സ്തോത്രം. ഏതായാലും കൊള്ളാം, പേര് വ്യക്തമല്ല. ആ മനുഷ്യന്റെ മാനസാന്തരം നിങ്ങൾ കണ്ടോ? വ്യക്തമായി എന്ന് വായിച്ചേ. പിന്നെയവൻ, യേശുവേ നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ. അടുത്ത വാക്യം, യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ, അതായത് മകനെ, നിന്റെ പൂർവ്വപിതാവായ ലോകത്തിലെ സകല മനുഷ്യന്റെയും പിതാവെന്ന് അവകാശപ്പെടുവാൻ കഴിയുന്ന ആദിമ പിതാവായ ആദാമപ്പച്ചൻ നഷ്ടപ്പെടുത്തിയ ആ പറുദീസ ഞാൻ നിനക്ക് മടങ്ങിത്തരികയാണ്. കാരണം നീ മാനസാന്തരപ്പെടുന്നതിലൂടെ, നീ കഴിച്ച ഈ പ്രാർത്ഥനയിലൂടെ, നിനക്ക് വന്ന മാറ്റത്തിലൂടെ എനിക്ക് നിനക്ക് സമ്മാനമായി തരുവാൻ കഴിയുന്നത് നഷ്ടപ്പെട്ട പറുദീസയാണ്. ആ പറുദീസയിലേക്ക് ഞാൻ നിന്നെ ഇതാ കൊണ്ടുവരികയാണ്. ഈ പകൽക്കാലം യഥാർത്ഥ മാനസാന്തരം വന്നു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് വലിയ വീടല്ല, വലിയ കാറല്ല, സാമ്പത്തികമായ നേട്ടങ്ങളല്ല, പിന്നെയോ ആദാം എന്ന് പറയുന്ന ഒന്നാം മനുഷ്യൻ നഷ്ടപ്പെടുത്തിയ പറുദീസ നിനക്ക് തിരികെ ലഭിക്കുകയാ. കരമടിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. എത്ര പേർക്ക് പകൽക്കാലം ഈ ദൂത് മനസ്സിലാകുന്നുണ്ട്? നഷ്ടപ്പെട്ട പറുദീസ നിനക്ക് തരുന്ന ദിവ്യമായ അനുഭവം, അതാണ് യഥാർത്ഥ മാനസാന്തരം എന്ന് പറയുന്നത്. 55-ാം സങ്കീർത്തനത്തിൽ നാം വായിച്ചില്ലേ? ഞാൻ ആമുഖമായി പറഞ്ഞില്ലേ, നഗരത്തിൽ കൊള്ളയും കൊള്ളിവയ്പും കൊലയും മോഷണവും പിടിച്ചുപറിയുമൊക്കെ നടന്ന ആളുകൾ, ഒരു മാനസാന്തരമില്ലാത്ത ആളുകൾ. അങ്ങനെ ഒരുവനല്ലേ യേശുവിൻ്റെ ഇടത്തും വലത്തും കിടന്നത്?
നാട്ടുകാർക്ക് വേണ്ട, വീട്ടുകാർക്ക് വേണ്ട, പള്ളിക്കാർക്ക് വേണ്ട, ചാർച്ചക്കാർക്ക് വേണ്ട, എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പോയി ചാകട്ടെ എന്ന് കരുതി എല്ലാവരും തിരസ്കരിച്ച ഒരുവൻ ഒടുവിൽ അവനും ക്രൂശ് മരണം ലഭിച്ചു. പക്ഷേ മരിക്കുന്നതിന് മുമ്പ് അവന് പാപബോധമുണ്ടായി. മറ്റവൻ പറയുകയാണ്, ഇവൻ തന്നെത്താൻ രക്ഷിച്ച് ഇറങ്ങി വരട്ടെ, ഇവനാണോ ദൈവപുത്രൻ എന്നൊക്കെ പറയുമ്പോൾ ദുഷിച്ച് പറയുമ്പോൾ അവൻ പറയുന്നൊരു കാര്യമാണ്, എൻ്റെ പൊന്നു സുഹൃത്തെ, നമ്മളൊക്കെ ചെയ്തതിനനുസരിച്ചാണല്ലോ ഇവിടെ വന്നത്. പക്ഷേ നമ്മുടെ നടുക്ക് കിടക്കുന്ന ഇവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. എന്താ അർത്ഥമെന്ന് പറഞ്ഞാൽ അവൻ ഏറ്റുപറയുകയാണ്, ഞങ്ങൾ പാപിയാണ്, നീ മാത്രം പരിശുദ്ധനാണ്. അങ്ങനെയെങ്കിൽ പകൽക്കാലം യഥാർത്ഥ മാനസാന്തരം എന്ന് പറയുന്നത് ഞാൻ പാപിയാണെന്നും ദൈവം പരിശുദ്ധനുമാണെന്നുള്ള തിരിച്ചറിവല്ലേ ഈ പകൽക്കാലം? അത് തിരിച്ചറിഞ്ഞവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്നും സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ല, എന്റെ ഈ വാക്കുകൾ ഈ വാതിലുകളുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് അനുകരിക്കുമ്പോൾ ദേശനിവാസികൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നെങ്കിൽ അവരോട് ഞാൻ പറയുന്നു, സുഹൃത്തുക്കളെ, ദൈവം പരിശുദ്ധനെന്നും നീ പാപിയെന്നും തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ മാനസാന്തരം. അതിലൂടെ നീ കഴിക്കുന്ന പ്രാർത്ഥനയിലൂടെ നിനക്ക് നഷ്ടപ്പെട്ട പർദീസ തമ്പുരാൻ ദാനമായി തരികയാണ്. മറ്റവൻ ദുഷിച്ച് പറയുകയാണ്, ഇവൻ പാപിയാണടാ. പക്ഷെ ഇവൻ മാത്രം പറയുകയാണ്, ഇവനും ദുഷിച്ച് പറഞ്ഞെന്നാ പറയുന്നത്. രണ്ടുപേരും ദുഷിച്ചതാണ്. പക്ഷെ അതെല്ലാം മാറ്റിയിട്ട് ഒടുവിൽ മരണത്തോടടുക്കുമ്പോൾ അവനൊരു വലിയ വെളിച്ചം വീണു. അവൻ പറയുകയാണ്, എൻ്റെ സുഹൃത്തെ, നമ്മൾ ഈ ക്രൂശ് മരണമല്ല, അതിൻ്റെ അപ്പുറത്തും വാങ്ങാൻ നമ്മൾ വിധിക്കപ്പെട്ടവരാണ്. കാരണം നമ്മൾ ചെയ്തു കൂട്ടിയ നഗരത്തിൽ കാണിച്ച ആ മ്ലേച്ഛതകൾ, പാപബോധം വന്നിട്ട് പറയുക, നമ്മൾ ഇതിനെല്ലാം അർഹരാണടാ. പക്ഷേ നമ്മുടെ ഈ മധ്യത്തിൽ കിടക്കുന്ന ഈ മനുഷ്യനില്ലേ, ഇവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. നാം സ്വയം പാപിയെന്നും അവിടുന്ന് പാപരഹിതനെന്നുമുള്ള തിരിച്ചറിവാണ് യഥാർത്ഥ മാനസാന്തരപ്പെടും. എന്നിട്ട് അവൻ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി പറയുകയാണ്, എന്താ പറയുന്നത്? യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ, ഒറ്റ സെക്കൻഡ് കൊണ്ട് എൻ്റെ ജോൺസൺ ബ്രദറെ പുള്ളിക്ക് എസ്കറ്റോളജി വരെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അന്ത്യകാല ശാസ്ത്രം, മടങ്ങി വരവിനെ കുറിച്ചുള്ള വെളിപ്പാട് പോലും പുള്ളിക്കുണ്ടായി. കണ്ടോ, യേശുവെ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ, അതായത് ഞങ്ങൾക്കൊപ്പം ഈ ക്രൂസിൽ നീ തീരുന്നില്ല, ഇവിടം കൊണ്ട് നിന്റെ ജീവിതം അവസാനിക്കുന്നില്ല. നീ മരണത്തെ പരാജയപ്പെടുത്തി, പാതാളത്തെ പരാജയപ്പെടുത്തി, അല്ല, നിന്നെ അടുത്ത നിമിഷം അതേ ഇടാൻ പോകുന്ന കല്ലറയെ പോലും ഭേദിച്ച് നീ ഉയർത്തെഴുന്നേൽക്കുക മാത്രമല്ല, നീ ഒരു രാജത്വം പ്രാപിച്ച് മടങ്ങി വരുന്ന ഒരു നാളുണ്ടാകും. അതുപോലും ഞാൻ അറിയുന്നു. യേശുവേ, നീ രാജത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ. ആ വാക്ക് കേട്ടപ്പോൾ യേശു പറയുകയാണ്, എന്റെ പൊന്നുമോനെ, ഇന്ന് തന്നെ നിനക്ക് നഷ്ടപ്പെട്ട പരദീസ ഞാൻ മടക്കി തരികയാണ്. അതാണ് മാനസാന്തരം. ഈ പകൽക്കാല കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മാനസാന്തരത്തിനകത്ത് പ്രാർത്ഥന വേണം. അത് ശിമോൻ പത്രോസ് പ്രാർത്ഥിച്ചതുപോലെ ആകരുത്. പാപബോധം വന്നിട്ട് നീ എന്നെ വിട്ട് പോകണമേ എന്നൊന്നും പ്രാർത്ഥിക്കരുത്. നിന്നെ കൊണ്ട് കർത്താവ് പോകൂ. മറ്റേ ശിമോൻ പ്രാർത്ഥിച്ചതുപോലെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഒഴിയരുത്. നീ സ്വയം പ്രാർത്ഥിച്ചോണം. ധൂർത്തുപുത്രൻ പ്രാർത്ഥിച്ചതുപോലെ, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇന്ന് പകൽ അടുത്ത ദിവസങ്ങളിൽ സ്നാനത്തിന് വേണ്ടി ഒരുങ്ങുന്ന പ്രിയപ്പെട്ടവരെ, യഥാർത്ഥമായും ദൈവത്തിൻ്റെ കൽപ്പനയാണ് റിപ്പൻറ്റൻസ്, മാനസാന്തരപ്പെടുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുക. ഹല്ലേലൂയ. ആദാം നഷ്ടപ്പെടുത്തിയ പർദീസ ഒരു കൊച്ചു പ്രാർത്ഥനയിലൂടെ പാപബോധം വന്നവൻ, മാനസാന്തരപ്പെട്ടവൻ പ്രാർത്ഥിച്ചതിലൂടെ തിരികെ കൊടുത്ത് ദൈവം അവനോട് നീതി കാണിച്ചതുപോലെ ഇന്ന് പകൽക്കാലം ആദാം ഇവിടെ എന്തെല്ലാം നഷ്ടപ്പെടുത്തിയോ സകല അനുഗ്രഹങ്ങളും മാനസാന്തരപ്പെടുന്നതിലൂടെ നിങ്ങൾ തിരികെ പിടിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ മാനസാന്തരത്തിലൂടെ ഞാനത് തിരികെ പ്രാപിക്കുകയാണ്. ഈ പകൽക്കാലം അത് ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെ സ്വർഗീയ സന്തോഷം പ്രാപിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. സിസി വായിച്ച ഞാൻ കഴിഞ്ഞ ദിവസം ബൈബിൾ വായിച്ചപ്പോൾ ഒത്തിരി സന്തോഷം എന്നൊരു കാര്യം പറയാം. അതായത് സ്വർഗത്തിലെപ്പോഴും സന്തോഷമാണ്. ശരിയാണോ? സ്വർഗത്തിലെപ്പോഴും സന്തോഷമാണ്. പക്ഷെ ആ സ്വർഗത്തിലെ സന്തോഷം അധികം സന്തോഷിക്കുന്നൊരു സമയമുണ്ട്. എപ്പോഴെന്ന് അറിയാമോ? ആരോ പറയുന്നു, ഭൂമിയിൽ ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകുമെന്ന്. വായിച്ചിട്ടുണ്ടോ? ആ റെഫറൻസ് കൂടി ഞാൻ നിങ്ങൾക്ക് തരാം. സ്വർഗം ഏറെ സന്തോഷിക്കുന്നു. മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിൽ അധികം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 7-10 വാക്യങ്ങൾ വേഗത്തിൽ. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 7-10 വാക്യങ്ങൾ. അങ്ങനെ തന്നെ
അങ്ങനെ തന്നെ മാനസാന്തരപ്പെട്ട് മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും. ഇന്ന് പകൽ ഞാൻ ഒരു കാര്യം ആത്മാർത്ഥതയോടെ പറയാം. കഴിഞ്ഞ ഞായറാഴ്ച സഭയിൽ ആരുടെയും പ്രേരണ കൂടാതെ പ്രിയ ബെന്നിച്ചായനും പ്രിയ കണ്ണാടമലയിലെ സജിച്ചായനും ഈ വാത്സല്യ മോനുമൊക്കെ എഴുന്നേറ്റ് നിന്ന് കർത്താവിനോട് ചേരുവാൻ ഹൃദയംഗമായെടുത്ത തീരുമാനം പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നു, സ്വർഗത്തിൽ ഇരട്ടി സന്തോഷമുണ്ടായി, സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടായി. അതെ, ഭൂപിറപ്പിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ മ്ലേച്ഛത വിടാൻ തയ്യാറാകുമ്പോൾ, പാപവഴി വിടാൻ തയ്യാറാകുമ്പോൾ, ദൈവത്തോട് ചേരാൻ തയ്യാറാകുമ്പോൾ സ്വർഗത്തിൽ അത് അധിക സന്തോഷമാണ്. ഓതറ സഭയുടെ സന്തോഷമല്ല, പിന്നെയോ സ്വർഗത്തിന്റെ സന്തോഷമാണ് നമ്മുടെ മുഖ്യ വിഷയം. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കരമടിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ. പ്രിയരെ, ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ പറയാം, അന്നു മുതൽ എന്റെ ഹൃദയത്തിൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. സ്നാനപ്പെടുവാൻ ചിലരെ കർത്താവ് ഒരുക്കുന്നല്ലോ. ഒരു പാസ്റ്റർ എന്ന നിലയിൽ എൻ്റെ ഹൃദയം തുടിക്കുന്നു, എൻ്റെ ഹൃദയം സന്തോഷിക്കുന്നു. എൻ്റെ മുമ്പിലിരിക്കുന്ന സഭയുടെ സെക്രട്ടറി, ട്രഷറർ, കമ്മിറ്റി അംഗങ്ങൾ, ഇവിടെ വന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷമുണ്ട്. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ അലയടിക്കുന്ന സന്തോഷത്തെക്കാൾ കൂടുതൽ അലയടിക്കുന്ന സന്തോഷം ഉയരത്തിലുണ്ട്, സ്വർഗത്തിലുണ്ട്. യേശുവിന്റെ നാമത്തിൽ അങ്ങനെയെങ്കിൽ മാനസാന്തരം സ്വർഗത്തിൽ സന്തോഷം ഇട നൽകുകയാണ്, സ്വർഗത്തിലെ സന്തോഷം വർദ്ധിപ്പിക്കുന്നതാണ്. ഈ പകൽക്കാലം ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാട്ടെ. ഇനിയും ധാരാളം പേർ കർത്താവിനോട് ചേരുവാൻ, ഇനിയും ധാരാളം പേർ പാപവഴികൾ വിടുവാൻ, ഇനിയും ധാരാളം പേർ യേശുവിനെ സ്വീകരിപ്പാൻ നാഥാ ഈ നാട്ടിൽ അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യണമേ. എല്ലാ നാവും ചലിക്കട്ടെ. എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നത് അവസാനിപ്പിക്കട്ടെ. അപ്പോൾ മാനസാന്തരം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു അത്ഭുതം കണ്ടിട്ടുണ്ടാകുന്ന വികാര വിക്ഷോഭമല്ല. എവിടെയെങ്കിലും നടക്കുന്ന ഒരു ഉണർവിൻ്റെ ഭാഗമായി തീരുമ്പോൾ അത് കാണുമ്പോൾ അന്താളിച്ചിട്ടുണ്ടാകുന്ന ഹൃദയത്തിൻ്റെ വികാര തിരത്തള്ളലല്ല മാനസാന്തരം. മാനസാന്തരപ്പെടണമെങ്കിൽ ദൈവവചനം കേട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയണം. പാപബോധമുണ്ടായി ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതാണ് റിയൽ റിപ്പൻറ്റൻസ്, യഥാർത്ഥ മാനസാന്തരം എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം. നിങ്ങൾക്കറിയാമല്ലോ, യേശു കഴിഞ്ഞാൽ പുതിയ നിയമത്തിൽ മാനസാന്തരത്തിൻ്റെ പ്രസംഗം നടത്തിയ ഒരു ക്രൗഡ് പുള്ളറായിരുന്ന ഒരു പ്രഭാഷകനായിരുന്നു ആര്? സ്നാപക യോഹന്നാൻ അല്ലേ? അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രസംഗ വിഷയം എന്ന് പറയുന്നത് മാനസാന്തരമെന്ന്. അദ്ദേഹത്തെ പോലെ യേശു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പോലെ ഇങ്ങനെ ജനം ഇങ്ങനെ ഒഴുകിയെത്തുന്ന അഭിസംബോധനയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ഞെട്ടിപ്പോകും. സർപ്പസന്തതികളെ എന്നൊക്കെ വിളിക്കുന്നത്. അതൊക്കെ കേൾക്കാനൊന്നും ആർക്കും ഇഷ്ടപ്പെടും. പക്ഷേ എന്നിട്ട് പോലും ഭയങ്കര ജനക്കൂട്ടമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് വേണ്ടി. ഈ സമയത്ത് രാജ്യം ഭരിച്ച ഹെരോദാവുണ്ടല്ലോ, അദ്ദേഹത്തിനും താല്പര്യം തോന്നി സ്നാപക യോഹന്നാനെ അരമനയിൽ വിളിപ്പിച്ച്, കൊട്ടാരത്തിൽ വിളിപ്പിച്ച് പ്രസംഗം കേൾക്കണമെന്ന്. അയ്യോ, അങ്ങനെ നടന്നു. പുള്ളി അവിടെയും ചെന്നു. അദ്ദേഹം എന്തുവാ ഈ രാജാവിനെ വിളിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും പ്രസംഗം കേട്ടു. ഈ പ്രസംഗം കേട്ടപ്പോൾ അദ്ദേഹം നല്ല രീതിയിൽ അങ്ങ് പ്രസംഗിച്ചു. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യമാണ്. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 20-ാമത്തെ വാക്യം കണ്ടുവരുന്ന വേഗത്തിൽ വായിച്ചേ. മാനസാന്തരത്തിൻ്റെ പ്രഭാഷകനായ സ്നാപക യോഹന്നാൻ, യോഹന്നാൻ നീതിയും വിശുദ്ധിയുമുള്ള പുരുഷനെന്ന് ഹെരോദാവ് അറിഞ്ഞു. അവനെ ഭയപ്പെടുകയും അവൻ്റെ വചനം കേട്ടിട്ട് വളരെ കലങ്ങിയെങ്കിലും സന്തോഷത്തോടെ കേട്ടു പോന്നു. അപ്പം ഈ മാനസാന്തരം എന്ന് പറയുന്നത് വചനം കേൾക്കുമ്പോഴുണ്ടാകുന്ന ഈ കലങ്ങലും ഈ ഹൃദയത്തിലുണ്ടാകുന്ന നടുക്കവും ഒന്നുമല്ല യഥാർത്ഥ മാനസാന്തരം. മാനസാന്തരത്തിൻ്റെ പ്രസംഗകൻ, മാനസാന്തരത്തിൻ്റെ പ്രഭാഷകൻ സാക്ഷാൽ സ്നാപക യോഹന്നാൻ കൊട്ടാരത്തിൽ വന്ന് ഗംഭീരമായി പ്രസംഗിക്കുക. പ്രസംഗം കേട്ടു പോന്നു. ഒന്നല്ല, ഒരുപാട് തവണ വിളിച്ചു വരുത്തിയെന്നാണ് എൻ്റെ വിശ്വാസം. കേൾക്കുമ്പോഴെല്ലാം പുള്ളിയുടെ ഹൃദയത്തിൽ ഒരു കലക്കവും ഒരു നടുക്കവും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ പുള്ളി വചനത്തിന് മുമ്പിൽ സമർപ്പിച്ചില്ല. കേൾക്കുന്നതൊക്കെ ഇഷ്ടമാണ്. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്,
നമ്മുടെ ഇടയിലൊക്കെ നല്ല പ്രവാചകന്മാർ, നല്ല പ്രസംഗരൊക്കെ വന്ന് നല്ല മാനസാന്തര ദൂതും ശുദ്ധീകരണ ദൂതൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ ഈ മുളക് കടിക്കുന്ന പോലെ വെറും പടക്കം അത് കാണിച്ച് ഷൂ പറഞ്ഞ് പോകുന്നതല്ലാതെ കേട്ടിട്ടില്ലേ? പിന്നെ എത്രയോ തവണ നമ്മൾ ചെയ്തിരിക്കുന്നു. ചെറിയങ്ങനെയൊക്കെ അത് അങ്ങനെ കറക്റ്റാ പറയുന്നതെന്നൊക്കെയാ പറയുന്നത്. ഇതായിരുന്നു പുള്ളി ഹെരോദാവ്. ഇതാ കേട്ടപ്പോൾ കറക്റ്റാ അതും. പക്ഷെ മറ്റേ പുള്ളിക്കാരത്തെ വെച്ചോണ്ടിരിക്കുക, അത് വിടുന്നില്ല. അപ്പോൾ മാനസാന്തരം എന്ന് പറയുന്നത് ഈ മാനസാന്തര പ്രസംഗം മുമ്പ് ഇങ്ങനെ ഷൂ കാണിച്ചതും ഇങ്ങനെ ഞെട്ടുന്നതൊന്നും അല്ല യഥാർത്ഥ മാനസാന്തരം. ഹെരോദാവ് അങ്ങനെയൊക്കെ പോയി, പക്ഷേ യഥാർത്ഥമായ ഒരു മാനസാന്തരത്തിലേക്ക് അവൻ വന്നില്ല. ഈ പകൽ ഞാൻ പറയട്ടെ, വചനത്തിൻ്റെ കേൾവിക്ക് മുമ്പിൽ മ്ലേച്ഛതകൾ വിടിഞ്ഞ് ടേൺ ടു ഗോഡ്, ദൈവത്തിങ്കിലേക്ക് തിരിയുക, ദൈവത്തിങ്കിലേക്ക് തിരിയുക. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. അതുകൊണ്ട് ഇന്ന് മാനസാന്തരം എന്നൊരു ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാ കണ്ണുകളും അടച്ചാട്ട് യേശുവിന്റെ നാമത്തിൽ ഉടരമനകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പാപത്തെ വിട്ട്, പാപ വഴികളെ വിട്ട്, ആ പശ്ചാത്താപത്തോടെ, അനുതാപത്തോടെ, ഒരു യഥാർത്ഥമായ പ്രാർത്ഥനയുടെ മുടിയൻ പുത്രനെ പോലെ, കുരിശിലെ കള്ളനെ പോലെ, കർത്താവേ ഞാൻ നിങ്ങളിലേക്ക് തിരിച്ചു വരികയാണ്, നീ എന്നെ ഓർക്കണമേ, നീ എന്നെ ഓർക്കണമേ എന്നുള്ള ആ കൊച്ചു പ്രാർത്ഥനകളുടെ നഷ്ടപ്പെട്ട സകല സൗഭാഗ്യങ്ങളും തിരികെ പ്രാപിക്കുന്ന ദിവ്യമായ അനുഭവത്തിലേക്ക് നമുക്ക് മടങ്ങി വരണമല്ലോ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. മുറ്റും ഞാൻ തരുന്നീതാ ഭൂനിക്ഷേപം മുഴുവൻ, ദേഹം ദേ ഈ സമസ്തം എന്നേക്കും നിന്റേതു ഞാൻ ശരണം എൻ കർത്താവേ. വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ, താഴ്മയാ കുമ്പിടുന്നു, രക്ഷിക്കാം എന്നെ ഇപ്പോ ഞാൻ വരും ക്രൂശിങ്കൽ സാധുഷീണൻ കുരുടൻ സർവവും എനിക്കച്ചിൽ പൂർണ്ണരക്ഷകാണും ഞാൻ ശരണം എൻ കർത്താവേ. വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ, താഴ്മയാ കുമ്പിടുന്നു, രക്ഷിക്കാം എന്നെ ഇപ്പോ. താഴ്മയാ ഞാൻ പ്രസംഗിച്ച ഈ പ്രസംഗത്തിൻ്റെ കണ്ടന്റ് അത് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. മാനസാന്തരം എന്ന് പറയുന്നത് ഒരത്ഭുതത്തിൻ്റെ മുന്നിൽ അന്താളിച്ച് നിന്ന് ഹൃദയത്തിനുണ്ടാകുന്ന ആശ്ചര്യം, അത്ഭുതത്തിൽ ആ അത്ഭുത പരതന്ത്രനായി നിൽക്കുന്ന അവസ്ഥയല്ല. മാനസാന്തരം എന്ന് പറയുന്നത് പാപബോധം വന്നിട്ട് കർത്താവിലേക്ക് തിരിയുന്നതാണ്. ശിമോൻ പത്രോസ് പ്രാർത്ഥിച്ചു, സത്യമാണ്. തൻ്റെ ഹൃദയത്തിലൊരു ചലനമുണ്ടായി എന്നുള്ളത് സത്യമാണ്. പാപബോധവും വന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ കർത്താവിലേക്ക് തിരിയാൻ അവൻ അന്ന് സാധിച്ചില്ല. ആ വിചാരകനായ ശിമോനും ഒരു ഉണർവിൻ്റെ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ ചലനങ്ങൾ ദേശത്ത് നടക്കുന്ന വേളയിൽ ഒരു മാറ്റമുണ്ടായി എന്നുള്ളത് സത്യമാണ്. പക്ഷേ യഥാർത്ഥമായും മ്ലേച്ഛത വിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് തനിക്ക് പ്രബോധനം നൽകിയപ്പോൾ പ്രാർത്ഥിക്കാൻ തയ്യാറായില്ല. അതല്ല യഥാർത്ഥ മാനസാന്തരം. ഹെരോദാവ് മാനസാന്തരത്തിൻ്റെ പ്രഭാഷകനായ
സ്നാപയോഹന്നാനെ കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി പ്രസംഗം കേട്ടയാളാണ്. നടുക്കമുണ്ടായി എന്നുള്ളത് സത്യമാണ്. ഹൃദയത്തിൽ ചലനമുണ്ടായി എന്നുള്ളത് സത്യമാണ്. സന്തോഷത്തോടെ വചനം കേട്ടു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ആ നടുക്കവും കലക്കവും യഥാർത്ഥ മാനസാന്തരമായി മാറിയില്ല. വചനത്തിന് മുമ്പിൽ കരയുന്നതല്ല മാനസാന്തരം, നടുങ്ങുന്നതല്ല മാനസാന്തരം. വചനത്തിന് മുമ്പിൽ സമർപ്പിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതാണ് മാനസാന്തരം. പാപവഴികളെ വിട്ട് മുടിയൻ പുത്രനെ പോലെ ദൈവത്തിങ്കിലേക്ക്, അപ്പൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു വരുന്നത്, ഇനി ഒരിക്കൽ പോലും തിരികെ പോകാതെ, അതെ, ഉപേക്ഷിച്ച് തിരികെ എടുക്കാതെ അപ്പനോടൊരുമിച്ച് അന്ത്യം വരെയും അപ്പൻ്റെ സന്തോഷം പങ്കിടുന്നതാണ് യഥാർത്ഥ മാനസാന്തരം. ഇന്ന് പകലിൽ ഈ ദൂതിന് മുമ്പാകെ നമ്മെ തന്നെ സമ്പൂർണ്ണമായി ഒന്ന് സമർപ്പിക്കാം. പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്തോത്രം. ഞങ്ങളുടെ മാനസാന്തരം യഥാർത്ഥമാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ആ അനുഭവത്തിലേക്ക് ഞങ്ങളെ, ഞങ്ങളുടെ തലമുറകളെ, ഞങ്ങളുടെ ദേശനിവാസികളെ ദൈവം ഒരുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വിശ്വാസ സ്നാനത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഇന്നു മുതൽ ഞങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടുന്ന ആത്മീക ബാല്യപാഠങ്ങൾ, മാനസാന്തരം, രക്ഷ, കർത്താവിൻ്റെ ക്രൂശ് മരണം, വിശ്വാസ സ്നാനം എന്നിത്യാദി വിഷയങ്ങൾ ഈ ദിവസങ്ങൾ ഞങ്ങൾ പഠിക്കുകയാണ്. അതിൻ്റെ തുടക്കമായി ഇന്ന് ഞങ്ങൾ കേൾപ്പിച്ച മാനസാന്തരത്തിൻ്റെ സന്ദേശത്തിനായി സ്തോത്രം. പരിശുദ്ധാത്മ അടിയനെ ഉപയോഗിച്ചതിനാൽ നന്ദി പറയുന്നു. കേട്ടതൊന്നും ഒഴുകിപ്പോകരുത്. അടിയനിലും എല്ലാ ഉള്ളങ്ങളിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കട്ടെ നാഥ. സമർപ്പിക്കുന്ന നാഥ, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ.